ഈ റിപ്പോർട്ടർ ചാനലിലേക്ക് ഇനി ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കളെ വിടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ. എന്താ പ്രധാന കാരണം എന്താ? തീർച്ചയായിട്ടും അരുൺകുമാർ ഇത്തരത്തിൽ ഈ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ളൊരു പരാമർശം, അരുൺകുമാർ അതിനെക്കുറിച്ച് ന്യായീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അരുൺകുമാർ പറഞ്ഞത് അവർക്ക് നല്ല രീതിയിൽ കൊണ്ടു. അതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വളരെ മോശമായ രീതിയിൽ കമൻ്റൊക്കെ അരുൺകുമാറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചാണ്ടി ഉമ്മൻ പറഞ്ഞതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 2 വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട്. ഇന്ന് തൻ്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു. തൻ്റെ നിലപാട് വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അതായത് ഉമ്മൻചാണ്ടിയെ ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയെ ഒരു വിശുദ്ധനാക്കുന്നു എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിനും അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായി മാറുന്നത്. ഇപ്പോൾ ടൂർ പാക്കേജ് എന്ന് പറയുന്നു, അവിടെ കല്ലറയിൽ പോയി നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ ഓരോരുത്തർ വന്ന് ചെയ്യുന്നത് ആ മനുഷ്യൻ അത്രമാത്രം മഹത്വവൽക്കരിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. അത് ഓരോരുത്തരുടെയും ഓരോ രീതികളാണ്. ഇപ്പോൾ VS അദ്ദേഹം പറയുന്നുണ്ടല്ലോ, VS എന്താണ് ഈശ്വരനെ വിശ്വാസമില്ലാതായെന്ന് ചോദിച്ചപ്പോൾ തന്നെ ചെറുപ്പത്തിൽ തൻ്റെ അച്ഛനെയമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, അച്ഛന് അല്ലെ അമ്മയെ നഷ്ടപ്പെടരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് തിരിച്ചു കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള വിശ്വാസം. ഓരോ പാർട്ടിക്കും അതിൻ്റേതായ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അതിൽ ഒരു നിരീശ്വരവാദമാണ് അതിൽ നിലനിൽക്കുന്നത്. പലരും രാത്രി തലയിൽ മുണ്ടിട്ടൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഓരോരുത്തർക്കും അവരുടേതായ മഹത്വമുണ്ട്. പക്ഷേ അരുൺകുമാർ ചെയ്തത് ഈ പറഞ്ഞതുപോലെ ഒരു സുഹൃത്ത് അയച്ചു കൊടുത്തതാണെന്നൊക്കെയാണ് അരുൺകുമാർ പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ ഭൗതികവാദവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളും അവരവരുടേതായ സ്നേഹങ്ങളും ഒക്കെ ഉണ്ട്. ആരെയും വേദനിപ്പിച്ചുകൊണ്ടോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആരും ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടോ പള്ളി നിർമ്മിച്ച് അവിടെ അല്ലല്ലോ ഈ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആ ഒരു തരത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്ത നന്മകളും പ്രവർത്തനങ്ങളും എന്നാലും കുഴപ്പമില്ല, ജയിച്ചു. പക്ഷേ VS അങ്ങനെയല്ല. VS അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ VS മാരാരിക്കുളത്ത് തോറ്റല്ലോ. അന്ന് മുഖ്യമന്ത്രി ആവാൻ പോലും കഴിഞ്ഞില്ല. എന്നിട്ട് മത്സരിക്കാത്ത നായനാരാണ് അന്ന് മുഖ്യമന്ത്രിയായത്. അത് പാർട്ടി തന്നെയാണ് തോൽപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ സ്വന്തം നാട്ടിൽ നിന്ന് മലമ്പുഴയ്ക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഈ പുന്നപ്പുറ ഉഴുതുമറിച്ച മണ്ണെന്നൊക്കെ പറയുന്നെങ്കിലും VSന് അവിടെ തോറ്റല്ലോ, അവിടെ ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെയല്ല ഉമ്മൻചാണ്ടി. ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തെ എന്തെല്ലാം വിധത്തിൽ ആരോപണങ്ങൾ കൊണ്ടുവന്നു, സോളാറും എല്ലാം കൊണ്ടുവന്നു. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തെ ഒരിക്കലും അദ്ദേഹം അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും മനസ്സിലായി. ഇപ്പോൾ VS എത്ര വ്യക്തിപരമായി അധിക്ഷേപിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്രമിച്ചില്ലേ VS. അതൊക്കെ കണ്ടു നോക്കൂ. അതായത് ഗൺമോൻ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് വളരെ ഇതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തൻ്റെ പിതാവിനെ ഒരിക്കലും ഇകഴ്ത്താനോ തൻ്റെ പിതാവിനുള്ള സ്ഥാനം ഇല്ലാതാകാനോ കഴിയില്ല. അപ്പോൾ അരുൺകുമാർ ഉമ്മൻചാണ്ടി അപമാനിച്ചു എന്നുള്ളത് ചാണ്ടി ഉമ്മൻ അഭിപ്രായമില്ല കേട്ടോ. അങ്ങനെ ചാണ്ടി ഉമ്മൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ ചില ആളുകളെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ, VT ബൽറാം അടക്കം അല്ലെങ്കിൽ PC വിശ്വനാഥ് അടക്കം ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഇവരെല്ലാം തന്നെ ഇതിൽ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കോൺഗ്രസ് ചിലപ്പോൾ ചർച്ചയ്ക്കായിട്ട് കോൺഗ്രസ് പ്രതിനിധികളെ വിടുന്നില്ല, റിപ്പോർട്ടിലേക്ക് വിടണ്ട എന്നുള്ള തീരുമാനങ്ങളിൽ പോലും എത്തുമെന്നൊക്കെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും പോലും അറിയാൻ കഴിഞ്ഞത്. ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ അവിടെ എത്തുന്ന ജനങ്ങൾ, ആർത്തലച്ച് കലയുന്ന ജനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അത് കമൻട്രിയിലൂടെ പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും മറ്റൊരു വ്യക്തിയെ ഇകഴ്ത്തുന്ന രീതിയിൽ പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം മറ്റൊരു വ്യക്തി ഇകഴ്ത്തി പറഞ്ഞു എന്നതിനോട് എനിക്ക് ഇപ്പോഴും അഭിപ്രായമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരുൺകുമാർ പറഞ്ഞ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് തികച്ചും നിരീശ്വരവാദിയായ ഭൗതികവാദിയായിട്ടുള്ള VSൻ്റെ ശവകുടീരത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അടക്കം ചെയ്ത മണ്ണിലോ
ആരെങ്കിലും വന്നിട്ട് ഇതുപോലെ ഈ പറഞ്ഞ പോലെ മെഴുകുതിരി കത്തിച്ചോ അല്ല, അത് വിളക്ക് ഉമ്മൻചാണ്ടിയാണെന്ന് വ്യക്തമാണല്ലോ. ഞാൻ പറയാം അവിടെ കത്തിച്ചോ, ഇവിടെ അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയട്ടെ, അത് അവിടെ ഒരു എവിടെയാണ് ഉമ്മൻചാണ്ടി ഞാൻ പരാമർശം? പറയാം അവിടെ ഒരു എന്തിനാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഞാൻ പറയട്ടെ അവിടെ ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ എന്തിനാണ് നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ VS അച്യുതാനന്ദന്റെ വിലാപയാത്രയും ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയും കമ്പയർ ചെയ്ത് തുടങ്ങിയതാരാ? ഈ ആരാണ് അല്ല, അരുൺകുമാറല്ലോ കമ്പയർ ചെയ്ത് തുടങ്ങിയത് ആരാണ്? സോഷ്യൽ മീഡിയയിൽ എല്ലാ ഈ മറ്റേ ചാനലുകളിൽ ലൈവ് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്ന ആരാണ്? അപ്പൊ എങ്ങനെയാണോ സ്വാഭാവികം വരുന്നത്? ഇത്രയും കാലമായിട്ടില്ലാത്തൊരു സ്വാഭാവികം എങ്ങനെയാണ് ഇപ്പൊ വരുന്നത്? അല്ല, അതിപ്പോ ഞാൻ അത് ആ പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഇപ്പൊ വിനായകൻ പറഞ്ഞ് എന്റെ അച്ഛനും ചത്തു, ഉമ്മൻചാണ്ടി ചത്തു എന്ന രീതിയിൽ പറഞ്ഞു. തെറ്റാണ്. അതാ പറഞ്ഞ. പക്ഷെ അങ്ങനെ അത് ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. പക്ഷെ ഒരു പൊതുജനം അല്ലല്ലോ അരുൺകുമാർ. അല്ല, അതെങ്ങനെയാണ്? അയാളൊരു വ്യക്തിയല്ല, അയാൾക്ക് അഭിപ്രായം ഇല്ലായിരിക്കും. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് അരുൺകുമാർ ഓരോ ആൾക്കാരും മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അതൊരു ജനതയുടെ ശബ്ദമാകണം, അല്ലെങ്കിൽ ഒരു കേരളീയ പൊതുസമൂഹത്തിന് ഒരു നിഷ്പക്ഷത എന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്തിപ്പെടണം. നമ്മളിപ്പോ ഈ സാധാരണ വിനായകന് പറയാം, കാരണം ഇവിടെ എവിടെയാണ് അരുൺകുമാർ ഒരു പക്ഷം ചേർന്നത്? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുകയോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ മനസ്സിലാവാത്തത്? ഉമ്മൻചാണ്ടി അല്ലെന്ന്. ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഈ ഭക്തജന പ്രവാഹം എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? എന്താണ് ഈ ഭക്തജന? അമ്പലങ്ങളിലോ പള്ളികളിലോ ആണ് ഭക്തജനങ്ങൾ പോകുന്നത്, അല്ലാണ്ട് ഭക്തജന പ്രവാഹം എന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബമോ അല്ലെങ്കിൽ അനുയായികളോ അല്ലല്ലോ പറഞ്ഞത്. അത് വരുന്നവര് ഇടുന്ന പേരായിരിക്കും. അങ്ങനെയല്ല പറഞ്ഞത്, ഒരു സമുദായ പത്രം എന്നാണ് പറഞ്ഞത്. സമുദായ പത്രങ്ങൾ, സമുദായ പത്രത്തിന് എങ്ങനെയാണ് അതൊരു ഭക്തജന പ്രവാഹം? സമുദായ പത്രം എന്ന് വെച്ചാൽ പത്രത്തിന്റേതായ ഓരോ നയങ്ങളുണ്ടാകും. അവർക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ അല്ല, പക്ഷെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു അനിഷേധ്യനായ ഒരു നേതാവിനെ ഇകഴ്ത്തേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉമ്മൻചാണ്ടി ഇതിലേക്ക് വലിച്ചഴിച്ചത് ആരാണ്? വലിച്ചഴിച്ച ആരെന്ന് പറഞ്ഞാലും ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ അരുൺകുമാർ ഇത് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അരുൺകുമാർ ഒരിക്കലും ഇപ്പം ഞാൻ പറയാം, അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയല്ല, മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുകയോ ഉണ്ടാകില്ല. പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. അവിടം തൊട്ട് പറയാം അരുൺകുമാറിന്, തെരുവുകളിൽ ഈ മനുഷ്യൻ ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യമോചനത്തിൻ്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല VS വിടവാങ്ങുന്നത്. VS നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത്. ഇപ്പോൾ അജയ് ഘോഷ് അദ്ദേഹം ചെയ്ത ഒരു സ്റ്റോറി, അതിൻ്റെ എൻഡിൽ പറയുന്നത്, നാളെ മുതൽ ഒരു നക്ഷത്രം കൂടി ആകാശത്ത് പുനർജനിക്കും, അതിന് കരുത്തും ചുവപ്പും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അങ്ങനെ പറയാൻ പറ്റും? അല്ലല്ല, അഭിപ്രായമായിരിക്കും എനിക്ക്. സ്റ്റോറി എഴുതുന്ന പോലെയാണോ ഞാൻ സ്റ്റോറി എഴുതുന്നത്? ഉമ്മൻചാണ്ടിയെ ഒരിക്കലും ഇകഴ്ത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഉമ്മൻചാണ്ടി അഭിപ്രായമായിരിക്കണം എനിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഇല്ല. പക്ഷേ അതൊരു മാധ്യമ പ്രവർത്തകൻ എന്താണ്, വ്യക്തിയല്ലേ, അവർക്ക് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായ അഭിപ്രായം പറയുന്ന പോലെയല്ല, മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ചെയ്ത നന്മകളെക്കുറിച്ച് മറച്ചുകൊണ്ട് ഇകഴ്ത്തി സംസാരിക്കാൻ അവിടെ ഉമ്മൻചാണ്ടിയെ എഴുതിയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ലല്ലോ. അല്ലല്ല, അതിപ്പോ നമുക്കിപ്പോ ഈ പറഞ്ഞ ചെറിയ ആളുകളുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് ചാണ്ടി ഉമ്മൻ അഭിപ്രായമില്ല. ചാണ്ടി ഉമ്മന്റെ ഫേസ്ബുക്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പലരും പറയുന്നല്ലോ. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? അദ്ദേഹം പറഞ്ഞ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആരാ പറയണേ? അതുപോലെ ഇപ്പൊ കണ്ടാൽ മതി, ഇത് മറ്റുള്ളവർ പറയുന്നത്. ഞാൻ പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അരുൺകുമാർ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.